ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്യാരറ്റ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയൊന്ന് നോക്കിയാലോ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെക്കുക, കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക, കുറച്ച് കപ്പലണ്ടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അത് വറുത്ത് കോരി മാറ്റുമൊന്നും വേണ്ട. പിന്നെ പച്ചമുളകും സവോളയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ക്യാരറ്റ് കുത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ചോറിട്ട് കൊടുക്കാം. ഇത് പൊന്നിയരിയാണ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തോണേ. നമ്മുടെ ക്യാരറ്റ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ ക്യാരറ്റ് റൈസ് ഇതാ ഇവിടെ റെഡിയായി. എന്ന് ഞാൻ മോൾക്കും ചേട്ടായിക്കും കൂടെ ഇന്നത്തെ ലഞ്ച് ഇതാണ് ഞാൻ കൊടുത്തു വിടുന്നത്. ഇപ്പോൾ 2 പേരുടെ ലഞ്ച് ബോക്സിലേക്ക് എല്ലാം ഞാൻ എടുത്ത് വയ്ക്കുവാണേ. പിന്നെ ഞാൻ 2 മുട്ട പൊരിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഇവർക്ക് 2 പേർക്കും വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൂടെ തൈര് കഴിക്കാം. തൈര്, പപ്പടം ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.